ആകാശവാണി വാർത്താ വീക്ഷണം. ഭീകരവിരുദ്ധ വികാരം ലോകത്തെ അറിയിച്ച് ഇന്ത്യ. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം ഹരിഷ്ണ. രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ കടുത്ത നിലപാടിന്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ കടന്നുകയറി നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ നിറയൊഴിച്ച ഭീകരവാദികളോട് ഒരു ദയയും കാട്ടാത്ത കർക്കശമായ സമീപനം സ്വീകരിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രസ്താവന അടിവരയിടുന്നതായിരുന്നു പാക് അധീന കശ്മീരിലും പാകിസ്ഥാന്റെ വടക്ക് കിഴക്കൻ മേഖലകളിലും ഇന്ത്യൻ സൈന്യം നടത്തിയ വ്യോമാക്രമണം. പഹൽഗാമിലെ കൂട്ടക്കുരുതിക്ക് ശേഷവും നിയന്ത്രണ രേഖയിൽ നിരന്തരം സംഘർഷത്തിനാണ് പാകിസ്ഥാൻ സൈനികർ ശ്രമിച്ചത്. അതിർത്തിയിൽ നുഴഞ്ഞുകയറാനും ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനും തുടങ്ങിയതോടെയാണ് ഇന്ത്യ കനപ്പെട്ട രീതിയിൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന നാമകരണം ചെയ്യപ്പെട്ട സൈനിക നടപടിയിലൂടെ പാക് അധീന കശ്മീരിലെ 9ഓളം ഭീകര കേന്ദ്രങ്ങൾ നാമാവശേഷമാക്കാൻ സൈന്യത്തിന് കഴിഞ്ഞു. 2019 പുൽവാമയിലും 2008 മുംബൈയിലും നടത്തിയ ഭീകരാക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ എന്നീ ഭീകര സംഘടനകളുടെ ആസ്ഥാനമെന്നറിയപ്പെടുന്ന ബഹാവൽപൂർ, മുരിദ്കെ, മുസാഫറാബാദ്, കോട്ട്ലി എന്നിവിടങ്ങളിലെ 9 കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം കനത്ത പ്രഹരമേൽപ്പിച്ചത്. 9 ഭീകര കേന്ദ്രങ്ങളോടൊപ്പം പാകിസ്ഥാന്റെ 11 വ്യോമ താവളങ്ങളും ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു. ഭീകരവാദികൾക്കെതിരെ മാത്രമല്ല, അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ ഇന്ത്യയുടെ നിലപാടിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന് സൈനിക നടപടി വ്യക്തമാക്കി. രാജ്യത്തിന്റെ പരമാധികാരം, പൗരന്മാരുടെ സുരക്ഷ എന്നിവയിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പ്രതികരണം തന്നെ നടത്തുമെന്ന് ഇന്ത്യ ലോകത്തെ കാണിച്ചുകൊടുത്ത സംഭവം കൂടിയായി ഓപ്പറേഷൻ സിന്ദൂർ വിലയിരുത്തപ്പെടുന്നു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടിലും നടപടികളിലും ആരുടെയും അനുവാദം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കാനും ഇതുവഴി സാധിച്ചു. പാക് അധീന കശ്മീരിലും പാകിസ്ഥാന്റെ ഇതര ഭാഗങ്ങളിലും ഇന്ത്യ നടത്തിയ സൈനിക നടപടിയും തുടർ സംഭവങ്ങളും ദക്ഷിണേഷ്യയുടെ ഭൗമരാഷ്ട്രീയത്തിലും സ്വാധീനമുണ്ടാക്കി. മേഖലയിൽ ഇന്ത്യയുടെ നിർണായക സാന്നിധ്യവും സ്വാധീനവും വെളിപ്പെടുത്തുന്നതായിരുന്നു പാകിസ്ഥാനെതിരായ സൈനിക നയതന്ത്ര തലത്തിലെ നടപടി. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കില്ലെന്ന നിലപാടാണ് പാകിസ്ഥാൻ തുടക്കം മുതൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ തങ്ങൾക്കെതിരായ ഇന്ത്യയുടെ ഏകപക്ഷീയ നടപടിയായും പാകിസ്ഥാൻ ആരോപണമുയർത്തി. തങ്ങൾക്ക് പങ്കില്ലാത്തതും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളുടെ പേരിൽ ഇന്ത്യ നടത്തുന്ന കടന്നാക്രമണങ്ങളെ ലോകരാജ്യങ്ങൾ എതിർക്കണമെന്ന ആഹ്വാനവും ഇതിനിടയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദം തുറന്നുകാട്ടാനും ഭീകരശക്തികളോട് ഇന്ത്യ സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ലോകത്തെ അറിയിക്കാനും പിന്തുണ തേടാനും വേണ്ടി ഭരണ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, നയതന്ത്ര രംഗത്തെ വിദഗ്ധർ എന്നിവർ ഉൾക്കൊള്ളുന്ന 7 പ്രതിനിധി സംഘങ്ങളെ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ അംഗരാജ്യങ്ങളിലേക്കും അംഗങ്ങളാകാൻ പോകുന്ന രാജ്യങ്ങളിലേക്കും അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയ്ക്ക് ശേഷം നടന്ന സർവകക്ഷി യോഗത്തിലാണ് ഇക്കാര്യം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. ഡോക്ടർ ശശി തരൂർ, രവിശങ്കർ പ്രസാദ്, സഞ്ജയ് കുമാർ ഝാ, ബൈജയന്ത് പാണ്ഡെ, കനിമൊഴി കരുണാനിധി, സുപ്രിയ സുലെ, ശ്രീകാന്ത് ഷിൻഡെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘത്തിൽ വിവിധ പാർട്ടികളിൽ നിന്നുള്ളവരും നയതന്ത്ര വിദഗ്ധരും ഉൾപ്പെടുന്നുണ്ട്. എല്ലാ രൂപത്തിലും രീതിയിലുമുള്ള ഭീകരതയെ ചെറുക്കുന്ന ഇന്ത്യയുടെ നിലപാടും ഇക്കാര്യത്തിലുള്ള ദേശീയ സമന്വയവും ലോകത്തിനു മുന്നിൽ വിശദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ പങ്കാളിത്തത്തോടെ ദൗത്യസംഘത്തിന് രൂപം നൽകിയത്. വിവിധ രാജ്യങ്ങളിലെത്തി അതാതിടങ്ങളിലെ ഭരണ നേതൃത്വങ്ങൾ, നിയമനിർമ്മാതാക്കൾ, പാർലമെന്റ് അംഗങ്ങൾ, മാധ്യമപ്രവർത്തകർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്താൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞു. ഇതോടൊപ്പം വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കാനും സംഘത്തിനായി. ഡോക്ടർ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്ക, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. കനിമൊഴി കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്പെയിൻ, ഗ്രീസ്, സ്ലൊവേനിയ, ലാത്വിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും, സുപ്രിയ സുലെ നയിച്ച ദൗത്യസംഘം ഈജിപ്ത്, ഖത്തർ, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലും സന്ദർശനം നടത്തി. ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം UAE, ലൈബീരിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിൽ വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നയതന്ത്ര മേഖലയിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്തോനേഷ്യ, മലേഷ്യ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെത്തി അതതിടങ്ങളിലെ ഭരണ നേതൃത്വങ്ങളുമായും രാഷ്ട്രീയ നയതന്ത്ര മേഖലയിലെ വിദഗ്ധരുമായും കൂടിക്കാഴ്ച നടത്തി.
രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം ബ്രിട്ടൻ, ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ, ഇറ്റലി, ജർമ്മനി, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. ബൈജയന്ത് പാണ്ഡെ നയിച്ച സംഘം സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റൈൻ, അൾജീരിയ എന്നീ രാജ്യങ്ങളുടെ സന്ദർശനം പൂർത്തിയാക്കി. ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ആഗോളതലത്തിൽ ഇന്ത്യൻ നിലപാടുകൾക്ക് തന്ത്രപരമായ മേൽക്കൈ നേടാൻ കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരെ ലോകം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന ഇന്ത്യയുടെ ആഹ്വാനത്തെ പിന്തുണയ്ക്കാൻ ഭൂരിപക്ഷം ലോകരാജ്യങ്ങളും തയ്യാറായി. സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ നിലപാട് ഉയർത്തിക്കാട്ടുന്നതിനോടൊപ്പം മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ തേടാൻ കൂടിയായിരുന്നു. ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾക്ക് മിക്ക രാജ്യങ്ങളും സീമാതീതമായ പിന്തുണ പ്രഖ്യാപിച്ചു. ഭീകരതയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ആരോപണങ്ങൾ തെളിവ് സഹിതം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും നയതന്ത്ര സംഘത്തിന്റെ സന്ദർശനം വഴി സാധിച്ചു. പാകിസ്ഥാനോട് മൃദു സമീപനം സ്വീകരിച്ച ചില രാജ്യങ്ങൾ പോലും തങ്ങളുടെ നിലപാട് തിരുത്തിയതും ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തു വന്നതും ദൗത്യസംഘത്തിന്റെ സാർത്ഥകമായ ഇടപെടൽ കാരണമാണ്. നയതന്ത്ര ദൗത്യസംഘത്തിന്റെ സന്ദർശനത്തിനിടെ ചില രാജ്യങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളോടും നിലപാടുകളോടും വിയോജിക്കാനും കൃത്യമായ മറുപടി നൽകാനും ഇന്ത്യക്ക് സാധിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തിൽ ആരുടെയും മധ്യസ്ഥത ആവശ്യമില്ലെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന സംഘത്തിന്റെ തലവൻ ഡോക്ടർ ശശി തരൂർ MP ന്യൂയോർക്കിൽ വ്യക്തമാക്കിയത് ശ്രദ്ധേയമായ നീക്കമായി. ഡോക്ടർ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ ദൗത്യസംഘം അമേരിക്കയിൽ വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായി വാഷിംഗ്ടണിലെത്തിയ ദൗത്യസംഘം US വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഡെപ്യൂട്ടി സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻഡോ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായി ഡെപ്യൂട്ടി സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻഡോ പറഞ്ഞത് ഇന്ത്യയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. 32 രാജ്യങ്ങളിൽ സന്ദർശനം പൂർത്തിയാക്കി 7 സംഘങ്ങളിലെ 59 പ്രതിനിധികളും ഏറെക്കുറെ തിരികെ എത്തിക്കഴിഞ്ഞു. തങ്ങളുടെ സന്ദർശനം ഫലപ്രദമായിരുന്നുവെന്നും ഇന്ത്യൻ നിലപാട് ലോകത്തെ അറിയിക്കാനായെന്നും വിവിധ സംഘങ്ങളുടെ തലവന്മാർ വാർത്താലേഖകരോട് പറഞ്ഞു. തിരികെ എത്തിയ പ്രതിനിധി സംഘങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി S ജയശങ്കറും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത്. ഇതോടൊപ്പം പ്രതിനിധി സംഘം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ച് വിവിധ രാജ്യങ്ങളിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ധരിപ്പിക്കാനും ഇടയുണ്ട്. ആഗോളതലത്തിൽ ഭീകരതയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം തുറന്നുകാട്ടിയതിനൊപ്പം പാകിസ്ഥാനെതിരെ കടുത്ത സാമ്പത്തിക വ്യാപാര നടപടികളും ഇന്ത്യ സ്വീകരിച്ചു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതും അതിർത്തികൾ വഴിയുള്ള വ്യാപാരം വിലക്കിയതും വ്യോമ കടൽ പാതകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതും പാകിസ്ഥാനെ തീർത്തും പ്രതിസന്ധിയിലാക്കുന്ന നടപടികളായിരുന്നു. അതിർത്തി വഴിയുള്ളതും ജലമാർഗമുള്ളതുമായ വ്യാപാര ബന്ധം ഇന്ത്യ വിച്ഛേദിച്ചതോടെ പാകിസ്ഥാൻ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലായി. അതേസമയം പാകിസ്ഥാൻ പിന്തുണയോടെ നടക്കുന്ന ഭീകരവാദത്തെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ ഭീകരവിരുദ്ധ സമിതി ഉപാധ്യക്ഷ സ്ഥാനം പാകിസ്ഥാന് നൽകാനുള്ള UN രക്ഷാസമിതിയുടെ വിചിത്രമായ തീരുമാനത്തിനെതിരെ ഇന്ത്യ കടുത്ത പ്രതിഷേധമറിയിച്ചു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ സമിതിയുടെ സഹാധ്യക്ഷ സ്ഥാനത്തോടൊപ്പം 2025 താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും പാകിസ്ഥാനാണ് നൽകിയത്. ഒരേ സമയം ഭീകരർക്ക് ആളും അർത്ഥവും നൽകുകയും എന്നാൽ ലോകത്തിനു മുന്നിൽ ഭീകരതയ്ക്കെതിരെ പോരാടുന്നവർക്കൊപ്പമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് നിരവധി അവസരങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ഉൾപ്പെടെയുള്ള ഫോറങ്ങളിൽ ഇന്ത്യ ശക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ ഭീകരരെ കയറ്റി അയക്കുന്ന പാകിസ്ഥാനിലാണ് ലോക ഭീകരരായി പ്രഖ്യാപിക്കപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ പേർ നിലവിലുള്ളത്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെ പാകിസ്ഥാനെ ഉത്തരവാദപ്പെട്ട സമിതിയുടെ തലപ്പത്ത് നിയോഗിച്ച നടപടി ഭീകരതയ്ക്കെതിരായ കൂട്ടായ മുന്നേറ്റത്തെ ദുർബലപ്പെടുത്തുമെന്ന ആശങ്ക പല രാജ്യങ്ങളുമായി ഇന്ത്യ പങ്കുവച്ചിട്ടുണ്ട്. അകത്തും പുറത്തും പ്രതിസന്ധികളാൽ നീറുന്ന പാകിസ്ഥാനെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വെള്ളപൂശാനുള്ള ഇത്തരം നീക്കങ്ങൾ അത് ഐക്യരാഷ്ട്രസഭയിൽ നിന്നായാൽ പോലും ഇന്ത്യ ശക്തമായി തന്നെ ചെറുക്കേണ്ടതുണ്ട്. പഹൽഗാം സംഭവത്തിന് പിന്നാലെ പാക് സൈന്യത്തിന്റെ പങ്കാളിത്തം അടക്കമുള്ള സാധുവായ തെളിവുകൾ നിരത്തി ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഇന്ത്യൻ സംഘത്തിന്റെ യാത്ര തുടരുന്നതിനിടെ ഭീകരവിരുദ്ധ സമിതിയുടെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് പാകിസ്ഥാനെ തന്നെ നിയോഗിച്ചതിനെതിരെ വരും ദിവസങ്ങളിലും ഇന്ത്യ തങ്ങളുടെ നയതന്ത്രപരമായ ഇടപെടൽ ഊർജിതപ്പെടുത്തുമെന്നാണ് സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.